ഗ്ലോബൽ ക്യൂസ് വീക്ക് ആയതിനെ തുടർന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് പ്രഷർ വരികയും ഇൻഡെക്സ് 100 പോയിന്റോളം ഇടിഞ്ഞ് 24,775 ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. ആദ്യം തന്നെ ഗ്ലോബൽ മാർക്കറ്റ് വീക്കായതിന് പിന്നിലെ ചില പ്രധാന കാരണങ്ങൾ മനസ്സിലാക്കാം. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് വാറിലേക്ക് നീങ്ങുമോ എന്നുള്ള ആശങ്ക ഗ്ലോബൽ മാർക്കറ്റിനെ ബാധിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന അമേരിക്കയുടെ മാനുഫാക്ചറിംഗ് ആക്ടിവിറ്റി നവംബർ മാസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏറ്റവും താഴ്ന്ന ലെവലിലാണ് അമേരിക്കയുടെ മാനുഫാക്ചറിംഗ് ഇൻഡെക്സ് ഇടിഞ്ഞത്. ഇക്കോണമിയെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് അപ്ഡേറ്റാണ്. ജോബ്ലെസ് ക്ലെയിം മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാൾ ഉയർന്നെങ്കിലും ടെക് കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് അത്ര മികച്ചതല്ല. ഇതും അമേരിക്കൻ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് മോശമാകുന്നതിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിച്ചു. ജപ്പാന്റെ ഇൻഡെക്സ്, ഹോങ്കോങ്, കൊറിയൻ ഇൻഡെക്സ് തുടങ്ങിയവ 4% ഇടിഞ്ഞു. ഏഷ്യൻ മാർക്കറ്റിൽ റിസഷനുമായി ബന്ധപ്പെട്ട ആശങ്കകൾ വ്യാപിച്ചു എന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്, അതായത് ഗ്ലോബൽ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് മോശമാവുകയും അതിൻ്റെ ഇമ്പാക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രകടമാവുകയും ചെയ്തു. ഇന്നത്തെ സെക്ടോറിയൽ ഇൻഡിസസ് പരിശോധിച്ചാൽ FMCG, മീഡിയ, ഫാർമ തുടങ്ങിയ സെക്ടറുകളാണ് പോസിറ്റീവ് സൈഡിൽ അല്ലെങ്കിൽ ഗ്രീൻ ടെറിട്ടറിയിൽ ട്രേഡ് ചെയ്യുന്നത്. FMCG 0.5, മീഡിയ 0.41, ഫാർമ 0.42 ഉയർന്നപ്പോൾ ഓട്ടോ ഇൻഡെക്സ് 1.78, മെറ്റൽ 1.85, റിയാലിറ്റി 1.41% ഇടിഞ്ഞു. ബ്രോഡർ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് നോക്കുകയാണെങ്കിൽ സ്മാൾ ക്യാപ്പ് ഇൻഡെക്സ് 0.85%, മിഡ് ക്യാപ്പ് ഇൻഡെക്സ് 0.75% ഇടിഞ്ഞു. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ FMCG സെക്ടറിലെ സ്റ്റോക്കുകളും ഫാർമ സെക്ടറിലെ സ്റ്റോക്കുകളും തന്നെയാണ് ടോപ്പ് ഗെയിനർ കാറ്റഗറിയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. അതേസമയം ഓട്ടോ സെക്ടറിലെ സ്റ്റോക്കുകളും മെറ്റൽ സ്റ്റോക്കുകളും ടോപ്പ് ലൂസർ കാറ്റഗറിയിൽ സ്ഥാനം പിടിച്ചു. ഹിന്ദുസ്ഥാൻ യൂണിലിവർ 1.61, സൺ ഫാർമ 0.85, ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് 0.71% ഹയർ സൈഡിൽ ട്രേഡ് ചെയ്യുന്നു. ടാറ്റ മോട്ടോഴ്സ് 3.2%, മാരുതി 2.8%, ടാറ്റ സ്റ്റീൽ 2.9% ഇടിഞ്ഞു. ബ്രന്റ് ക്രൂഡിൻ്റെ വില 0.4% ഉയർന്ന് $79.85 പെർ ബാരൽ എന്ന ലെവലിൽ ട്രേഡ് ചെയ്യുന്നു. മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് മോശമാവുകയും പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും ചെയ്ത സാഹചര്യത്തിൽ മീഡിയം ടൈമിലേക്ക് നമ്മൾക്ക് പരിഗണിക്കാവുന്ന ഒരു പെന്നി സ്റ്റോക്കിനെ കുറിച്ചാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ദീപാവലിയോടടുത്ത് ജ്വല്ലറി സെക്ടറിലെ സ്റ്റോക്കുകൾ ഡീസൻറ്റ് പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദീപാവലിക്ക് മുമ്പേ ജ്വല്ലറി സെക്ടറിലെ സ്റ്റോക്കുകളെ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ മീഡിയം ടൈം പോയിന്റ് ഓഫ് വ്യൂ പരിഗണിക്കാവുന്നതാണ്. ജ്വല്ലറി സെഗ്മെൻറ്റിലെ ഒരു പെന്നി സ്റ്റോക്കിനെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ജ്വല്ലറി സെഗ്മെൻറ്റിന് ഈ ബഡ്ജറ്റിൻ്റെ വളരെ വലിയ ബെനിഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. അതായത് ഗോൾഡ്, സിൽവർ തുടങ്ങിയവയ്ക്ക് മുകളിലുള്ള കസ്റ്റംസ് ഡ്യൂട്ടി 15% നിന്നും 6% കുറയ്ക്കുകയും അഡീഷണലി പ്ലാറ്റിനത്തിന് മുകളിലുള്ള കസ്റ്റംസ് ഡ്യൂട്ടി 6.4% കുറയ്ക്കുകയും ചെയ്തു. ഇത് ജ്വല്ലറി സെഗ്മെൻറ്റിനെ സംബന്ധിച്ച ഒരു പോസിറ്റീവ് ന്യൂസാണ്. ഇതുവഴി ജ്വല്ലറിയുടെ സെയിൽസ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ദീപാവലി പോയിന്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ജ്വല്ലറി സെക്ടറിലെ സ്റ്റോക്കുകളെ പരിഗണിക്കാവുന്നതാണ്. 2023-24 ഫിനാൻഷ്യൽ ഇയറിൽ $45.54 ബില്യൺ ഗോൾഡ് ഇമ്പോർട്ടാണ് ഇന്ത്യ നടത്തിയത്. ഇതിൽ 75% ഗോൾഡും പ്രധാനമായും ജ്വല്ലറി സെഗ്മെൻറ്റിലേക്കാണ് നീങ്ങുന്നത്. ജ്വല്ലറി സെഗ്മെൻറ്റിൽ ദീപാവലി പോയിന്റ് ഓഫ് വ്യൂ നമ്മൾക്ക് പരിഗണിക്കാവുന്ന ഒരു പെന്നി സ്റ്റോക്കാണ് രാധിക ജ്വൽടെക് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 3.37% ഉയർന്ന് $74 അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 871 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 17.8, 52 വീക്ക് ഹൈ 77, 52 വീക്കിലോ 33.8. രാധിക ജ്വല്ലറി എന്ന കമ്പനി ഗുജറാത്ത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിറ്റെയിൽ ജ്വല്ലറി കമ്പനിയാണ്. കമ്പനിയുടെ ROE 20, ROCE 24.6. പെന്നി സ്റ്റോക്ക് ആയതുകൊണ്ട് പലവിധ ന്യൂനതകളുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. എന്നിരുന്നാലും കമ്പനിയുടെ 3 വർഷത്തെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് 58%, പ്രോഫിറ്റ് ഗ്രോത്ത് 30%, ROE 17%-അടുത്തുമാണ്. 241 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ 51 കോടിയുടെ കടമാണുള്ളത്. അതായത് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഫേവറബിൾ ആണ്. പ്രൊമോട്ടേഴ്സിന് 63.7% സ്റ്റേക്ക് ഹോൾഡിങ്ങും പബ്ലിക്കിന് 36.2% സ്റ്റേക്ക് ഹോൾഡിങ്ങും. FISന് കമ്പനിയിൽ 0.04% സ്റ്റേക്ക് ഹോൾഡിംഗ് ആണുള്ളത്. DISന് സ്റ്റേക്ക് ഹോൾഡിംഗ് ഇല്ല. ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ക്വാർട്ടർലി റിസൾട്ടിൽ പലപ്പോഴും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാറുണ്ടെങ്കിലും കമ്പനി പ്രോഫിറ്റബിളായി ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോഫിറ്റബിളായ ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിടുന്ന ഒരു സ്റ്റോക്കാണ്. ഇവിടെ സ്റ്റോക്കിൻ്റെ വില മാത്രമല്ല വാല്യൂഷൻ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിലും സ്റ്റോക്ക് അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നു.
രാധിക ജുവലറി എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാനുള്ള പ്രധാന കാരണം സ്റ്റോക്ക് 70 രൂപയ്ക്ക് മുകളിൽ ബ്രേക്കൗട്ട് നൽകി 74 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇവിടെ നിന്നും സ്റ്റോക്ക് 84, 85, ഈവൻ 90 റേഞ്ച് വരെ ഉയരാൻ സാധ്യതയുണ്ട്. ടെക്നിക്കലി വളരെ അട്രാക്റ്റീവായിട്ട് കാണാൻ സാധിക്കുന്ന അല്ലെങ്കിൽ വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ കാണാൻ സാധിക്കുന്ന ഒരു സ്റ്റോക്കാണ് രാധിക ജുവലറി. അതുപോലെ തന്നെ സെക്ടോറിയൽ ടെയിൽവിൻസും ഈ സ്റ്റോക്കിൻ്റെ അപ്സൈഡ് മൂവ്മെൻറ്റിനെ സഹായിച്ചേക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്